നമസ്കാരം. 2025 ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 6 വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധനവ്യയത്തിൻ്റെ കാര്യത്തിലും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. സർക്കാർ തലത്തിൽ കിട്ടാനുള്ള ധനം ലഭിക്കുന്നതാണ്. കർമ്മരംഗത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും. ദൂരദേശ യാത്രകളും വേണ്ടിവരുന്നതാണ്. ബിസിനസ് രംഗം വിപുലപ്പെടുത്തിയെടുക്കാനാകും. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. പ്രണയിതാക്കളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. കുടുംബാംഗങ്ങൾക്കിടയിൽ വാക്കുകൾ കഠിനമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. സാംസ്കാരിക രംഗത്ത് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. ഉറക്കക്കുറവ്, കാലുവേദന, ഉദര സംബന്ധമായ അസ്വസ്ഥതകളും ഉണ്ടാകാനിടയുണ്ട്. ശ്രീകൃഷ്ണസ്വാമിക്ക് തൃക്കൈവെണ്ണ, ശനി ഗായത്രി നിത്യവും ജപിക്കുകയും ചെയ്യുക. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ധനാഗമനം ഉണ്ടാകുന്നതും അതിനനുസരിച്ച് ധനച്ചിലവുകളും വർദ്ധിച്ചു നിൽക്കും. കർമ്മരംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. ദൈനംദിന വരുമാനം വർദ്ധിക്കും. മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും. ബിസിനസ് രംഗത്ത് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും. വിവാഹകാര്യങ്ങൾക്ക് അനുകൂല തീരുമാനമുണ്ടാകുന്നതാണ്. പ്രണയിതാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായേക്കാം. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ കാലതാമസങ്ങൾ നേരിടുന്നതാണ്. ഉദര സംബന്ധമായ അസ്വസ്ഥതകളും ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകളും ഉണ്ടാകാൻ ഇടയുണ്ട്. മാനസിക സമ്മർദ്ദങ്ങൾ വർദ്ധിക്കാം. നാഗത്താന്മാർക്ക് മഞ്ഞൾ അഭിഷേകം, ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക. മകയിരത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ധനാഗമനത്തിനായി പുതിയ സ്രോതസ്സുകൾ കണ്ടെത്താനാകും. കുടുംബത്ത് ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും. കർമ്മരംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാനാകും. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. ബിസിനസ്സിൽ ലാഭവർദ്ധനവ് ഉണ്ടാകും. വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ശുഭകരമായിരിക്കും. കുടുംബത്ത് സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തും. കുടുംബാംഗങ്ങൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ടവയിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനിടയുണ്ട്. സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്നതിനിടയാകും. യോഗ ശീലമാക്കുക. മഹാവിഷ്ണുവിന് നെയ്വിളക്ക് സമർപ്പിക്കുക. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ശുഭകാര്യങ്ങൾക്കായി ധനച്ചിലവുകൾ വന്നു ചേരുന്നതാണ്. കർമ്മരംഗത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും. ക്ഷമ ശീലമാക്കുക. വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകുന്നതാണ്. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. എതിർലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനായി നല്ല ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോകേണ്ടതാണ്. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. ബിസിനസ് രംഗത്ത് നല്ല ലാഭവർദ്ധനവ് ഉണ്ടാകും. രോഗശമനം ഉണ്ടാകുമെങ്കിലും ഉദര സംബന്ധമായ അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട്. നേത്ര സംബന്ധമായതോ പല്ല് സംബന്ധമായ അസ്വസ്ഥതകളോ ഉണ്ടായേക്കാം. അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം. വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുക. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ധനാഗമനം ഉണ്ടാകുമെങ്കിലും
അപ്രതീക്ഷിതമായ ചിലവുകളും വന്നു ചേരും. കർമ്മരംഗത്ത് പലവിധ മാറ്റങ്ങളും ഉണ്ടാകും. സ്ഥാനമാറ്റം, സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം. ലോഹങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയാനിടയാകും. ബിസിനസ് രംഗത്ത് ലക്ഷ്യങ്ങൾ കൈവരിക്കാനായി കഠിന പ്രയത്നം വേണ്ടി വരുന്നതാണ്. സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ ലഭിക്കും. ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടാം. മാനസിക സംഘർഷം വർദ്ധിക്കും. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ സന്തോഷക്കുറവ് അനുഭവപ്പെടുന്നതാണ്. വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകേണ്ടതാണ്. എല്ലാ കാര്യത്തെയും ക്ഷമയോടെ നേരിടുക. ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ്. ജീവിത പങ്കാളിയുടെ ആരോഗ്യവും ശ്രദ്ധിക്കണം. ദേഷ്യം നിയന്ത്രിക്കണം. ഗണപതിക്ക് നാളികേരമുടച്ചും അയ്യപ്പസ്വാമിക്ക് എള്ളുപായസം എന്നിവ സമർപ്പിക്കുക. ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനനേട്ടമുണ്ടാകുന്നതിനും ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുമാണ്. ശുഭചിലവുകൾ ധാരാളമായി വന്നു ചേരും. കർമ്മരംഗത്ത് പലവിധ മാറ്റങ്ങൾ ഉണ്ടാകും. വെല്ലുവിളികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടതായി വരും. മേലധികാരിയുമായും സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാനാകും. വിദ്യാർത്ഥികൾക്ക് അലസത അനുഭവപ്പെടുന്നതാണ്. ബിസിനസ് രംഗത്തുള്ളവർക്ക് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതായി വരും. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. വാക്കുകൾ കഠിനമാകാതിരിക്കുക. മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിനും നേത്ര സംബന്ധമായതോ പല്ല് സംബന്ധമായ അസ്വസ്ഥതകളോ ഉണ്ടായേക്കാം. ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ്. ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും മഹാവിഷ്ണുവിന് തൃക്കൈവെണ്ണ എന്നിവ സമർപ്പിക്കുക. ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ധനാഗമനം ഉണ്ടാകാനും ചിലവുകളും വന്നു ചേരുന്നതാണ്. കർമ്മരംഗത്ത് സന്തോഷവും സുഖവും ഉണ്ടാകും. മറ്റുള്ളവരുമായി യോജിച്ചു പോകാനും ആകും. വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ലാഭവർദ്ധനവ് ഉണ്ടാകും. പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാൻ ആകും. ദൈനംദിന വരുമാനം വർദ്ധിക്കുന്നതാണ്. അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങളും വന്നു ചേരും. വിവാഹകാര്യങ്ങൾ തീരുമാനമാകുന്നതാണ്. പ്രണയിതാക്കൾക്ക് കുറച്ച് ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതായി വരും. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നത് മൂലം ധനച്ചിലവുകളും വന്നു ചേരുന്നതാണ്. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുമെങ്കിലും ധനച്ചിലവുകളും വർദ്ധിക്കുന്നതാണ്. വാക്കുകൾ കഠിനമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ വർദ്ധിക്കുന്നതിന് ഇടയാകും. ഭക്ഷണ ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ്. നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം, ശനി ഗായത്രി നിത്യവും ജപിക്കുകയും ചെയ്യുക. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധനച്ചിലവുകളും വർദ്ധിച്ചു നിൽക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് ചില വെല്ലുവിളികൾ ഉണ്ടായേക്കാം. വിദ്യാർത്ഥികൾക്ക് ഈ വാരത്തിൽ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. ബിസിനസ് രംഗത്ത് കുറച്ച് ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. ആഡംബര വസ്തുക്കൾ ലഭിക്കും. ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനായി ധനച്ചിലവുകൾ വന്നു ചേരും. സുഹൃത്ത് സമാഗമം, ബന്ധു സമാഗമം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം എന്നിവ പ്രതീക്ഷിക്കാം. കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും. ശത്രുശല്യം കുറയാൻ. സാംസ്കാരിക രംഗത്തുള്ളവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. ദൂരയാത്രകളിൽ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഉദര സംബന്ധമായ അസ്വസ്ഥതകൾക്ക് ഇടയാകും. അമ്മയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം. നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം, ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക. മൂലം,
പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ധനനേട്ടമുണ്ടാകും. കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും. കർമ്മരംഗത്ത് ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ടു പോകാനാകും. തൻ്റെ കഴിവുകളെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും. ഊർജ്ജസ്വലതയോടെ തന്നെ പ്രവർത്തിക്കാനും ആകും. ദൈനംദിന വരുമാനം വർദ്ധിക്കുകയും ബിസിനസ് രംഗത്ത് ലാഭവർദ്ധനവ് ഉണ്ടാകുന്നതാണ്. വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ ബന്ധം ഊഷ്മളമായിരിക്കും. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുണ്ട്. ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകണം. യോഗ ശീലമാക്കുക. അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകേണ്ടതാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവിക്ക് ചുവന്ന ഹാരം സമർപ്പിക്കുകയും ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുന്നതിനും ഇടയാകും. ജീവിത പങ്കാളിയിൽ നിന്നും ധനാഗമനം ഉണ്ടാകാം. ഭാവിയിൽ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ധനച്ചിലവുകളും വന്നു ചേരുന്നതാണ്. കർമ്മരംഗത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ പുലർത്താനാകും. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകുന്നതാണ്. ദൂരയാത്രകളും ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതിനും ഇടയാകും. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും. കുടുംബജീവിതത്തിൽ ആത്മസംയമനം പാലിച്ച് മുന്നോട്ടു പോകേണ്ടതാണ്. ഗൃഹോപകരണങ്ങൾ വാങ്ങി വീട് മോടി പിടിപ്പിക്കുന്നതാണ്. ബന്ധുസമാഗമം എന്നിവ ഉണ്ടാകും. സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും. ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് ഇടയാകും. നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം, മഹാദേവന് ധാര എന്നിവ സമർപ്പിക്കുക. അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ധനനേട്ടമുണ്ടാകും. കർമ്മരംഗത്ത് ചില മാറ്റങ്ങൾ കാണാനാകും. ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. സർക്കാരുമായുള്ള കരാറുകളിൽ ഒപ്പുവെക്കാനാകും. വിദ്യാർത്ഥികൾക്ക് അനുകൂല വാരമാണ്. ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടും. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. ലോണുകൾക്കോ ചിട്ടികൾക്കോ അനുമതി ലഭിക്കുന്നതാണ്. സന്താനങ്ങളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില കാലതാമസങ്ങൾ നേരിടുന്നതാണ്. പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും ഗുണകരമാണ്. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അമ്മയുടെയും ജീവിത പങ്കാളിയുടെയും ആരോഗ്യകാര്യങ്ങളിൽ കരുതലുകൾ ഉണ്ടാകണം. കണ്ണ്, പല്ല് സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഇൻഫെക്ഷൻസ് വന്നുപെട്ടേക്കാം. ദേവിക്ക് കടുംപായസം, ലക്ഷ്മി നാരായണ പൂജയും അനിവാര്യമാണ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് വരുമാന മാർഗങ്ങൾ വർദ്ധിക്കുകയും ധനനേട്ടമുണ്ടാകുന്നതിനും ഇടയാകും. ആഡംബര ചിലവുകൾ വർദ്ധിക്കും. കർമ്മരംഗത്ത് തന്നെ മറ്റുള്ളവർ അംഗീകരിക്കപ്പെടുകയും ചെയ്യും. കർമ്മരംഗത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ്. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. ബിസിനസ് രംഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് ഗുണകരമാണ്. വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമല്ല. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടായേക്കാം. ഭൂമി, വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ബന്ധുക്കളുമായി തർക്കങ്ങൾക്ക് ഇട നൽകരുത്. ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ്. സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം. ഉദര സംബന്ധമായ അസ്വസ്ഥതകൾക്ക് ഇടയാകും. യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാകാൻ ഇടയുണ്ട്. ദേവിക്ക് ചുവന്ന ഹാരം, ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുകയും ചെയ്യുക.